പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂലൈ മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരണം. ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്കൊരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ച വചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ ദാസനായ എലിയാസർ ദൈവത്തിന് മുമ്പാകെ കഴിക്കുന്ന പ്രാർത്ഥനയുടെ ഉറപ്പാണ്. ഇന്ന് തന്നെ എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പാകെ അബ്രഹാമിൻ്റെ ദാസൻ ഇതാ മുട്ടിപ്പായൊരു പ്രാർത്ഥനാ വിഷയം വയ്ക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്കിന് ഹല്ലേലൂയ ഒരു തക്ക തുണയെ കണ്ടുപിടിക്കുവാനായിട്ട് ഹല്ലേലൂയ റബേക്കയ്ക്ക് വേണ്ടി താൻ ദൈവത്തോട് മുട്ടിപ്പായി ചില അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഹല്ലേലൂയ 15-ാമത്തെ വാക്യത്തിൽ തൻ്റെ വിടുതൽ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. നാം കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും നമുക്ക് ഉറപ്പുണ്ടോ ദൈവം അത് ചെയ്യുമെന്നുള്ളത്? ഹല്ലേലൂയ. എലിയാസർ ദൈവത്തിൻ്റെ മുമ്പാകെ വെച്ച പ്രാർത്ഥനയ്ക്ക് ഇതാ മറുപടി വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക്, എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് തൻ്റെ പ്രാർത്ഥനയെ വെളിപ്പെടുത്തുകയാണ്. എബേസിന് വ്യക്തമായിട്ട് അറിയാം ഇസ്രായേലിൻ്റെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അതുകൊണ്ട് എബേസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നീ നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിശാലമാക്കുകയും അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം നിൻ്റെ കരം എന്നെ കാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നിശ്ചയമായും അനുഗ്രഹിക്കുന്ന ദൈവം. ഈ പ്രഭാതത്തിൽ എത്ര പേർ ഉറപ്പിച്ച് നിങ്ങളുടെയും എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പാകെ വയ്ക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നിശ്ചയമായും എനിക്ക് മറുപടി തരും. നമ്മളിൽ പലവരും പ്രാർത്ഥിക്കുമ്പോഴും ആ ഉറപ്പില്ലായ്മയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലതും വൈകുന്നത്. ഹല്ലേലൂയ. പല വിടുതലുകളും നമുക്ക് മുമ്പിൽ വെളിപ്പെടാത്തത്. എന്നാൽ ഇന്നു മുതൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറപ്പ് നമ്മുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരട്ടെ. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. പ്രിയരെ, ഈ വാക്യം നമ്മെ ഉറപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ
അവൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മുടെ പ്രാർത്ഥനകൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. വിശ്വസിക്കുന്നവർ ഇന്നു മുതൽ ഒരുമിച്ച് ചേർന്ന് പറയണം, എൻ്റെ പ്രാർത്ഥനകൾക്ക് നിശ്ചയമായി മറുപടി വരും. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. കാരണം ഞാൻ ദൈവഹിതത്തിൽ മുന്നേറുന്നവനാണ്. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നവനാണ്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുക തന്നെ ചെയ്യും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി വരും. നമുക്കൊരുമിച്ചൊന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലിൻ്റെ കരം, ഒരു അത്ഭുതം ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥനയുടെ ഉറപ്പ് ഞങ്ങളുടെ മേൽ അങ്ങ് തന്നതിനായി നന്ദി. അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞാലായി സ്തോത്രം. വലിയ വിടുതലുകൾ അയച്ച ദൈവത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരേ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ കൈമാറണമേ. അനേകർക്ക് ഇതിനകത്തൊരു അനുഗ്രഹം വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഹല്ലേലൂയ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം ഹല്ലേലൂയ നമ്മെ 1100 ദിവസത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.